വിജയദശമി. വിജയദശമി ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന പ്രധാന ആഘോഷമാണ്. വിജയദശമി ഉത്സവം കന്നിമാസം, അതായത് ഒക്ടോബറിലാണ്. വിജയദശമി ഉത്സവം എന്നത് ദുഷ്ടവശത്തെ നല്ല വശം ജയിച്ച് ഒരു ദിവസം എന്നുള്ളതുകൊണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അസുരൻ ഉണ്ടായിരുന്നു. അതാണ് മഹിഷാസുരൻ. അതായത് വളരെ ക്രൂരനാണ് എന്നുള്ളതാണ് അർത്ഥം. നല്ല ബലശാലിയായതുകൊണ്ട് അയാൾ 3 പേരെ ഭരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അയാൾ ബ്രഹ്മാവിന് വേണ്ടി തപസ്സിരുന്നു, അയാളുടെ ആഗ്രഹം നിറവേറ്റാൻ. അതൊരു കഠിനമായ തപസ്സായിരുന്നു. മഴയിലും വെയിലിലും തണുപ്പിലും അയാൾ തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അയാൾ വരവും ചോദിച്ചു. അയാളെ തോൽപ്പിക്കാൻ പറ്റാത്ത, അയാളെ കൊല്ലാൻ പറ്റാത്ത ഒരു സ്ത്രീയെ കൊണ്ട് മാത്രമേ അയാൾക്ക് മരണം വരാവൂ എന്ന് ചോദിച്ചു. ആ വരം കിട്ടിയതും മഹിഷാസുരൻ അയാളുടെ ക്ഷമ നഷ്ടപ്പെട്ട് എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. അയാളെ ബ്രഹ്മാവിനും ശിവനും വിഷ്ണുവിനും തോൽപ്പിക്കാനേ പറ്റിയില്ല. അതിനുശേഷം എല്ലാവരും ചിന്തിച്ചു, മഹിഷാസുരനെ നശിപ്പിക്കാൻ ഒരു സ്ത്രീയെ കൊണ്ട് മാത്രമേ അയാളെ കൊല്ലാൻ സാധിക്കൂ. അതുകൊണ്ട് ബുദ്ധിശാലിയും ശക്തിശാലിയുമായ ഒരു സ്ത്രീയെ അയക്കണം. ആ സ്ത്രീയുടെ പേരാണ് ദുർഗ. അവർക്ക് എല്ലാ അസ്ത്രങ്ങളും കൊടുത്തു. ഒന്നല്ല 18 കൈയോടെ പോരാടാൻ പറഞ്ഞു. വിഷ്ണു തന്റെ സുദർശന ചക്രം, ശിവൻ തന്റെ ത്രിശൂലവും പിന്നെ ഇന്ദ്രൻ വജ്രായുധവും കൊടുത്തു. മഹിഷാസുരനും യുദ്ധത്തിന് തയ്യാറായിരുന്നു. ലക്ഷക്കണക്കിന് സൈനികരോടൊപ്പം അയാൾ ആക്രമണം തുടങ്ങി. അയാൾ ചിലപ്പോൾ സിംഹത്തിന്റെ രൂപത്തിൽ യുദ്ധം ചെയ്യും, പിന്നെ ആനയുടെ രൂപത്തിലും, അവസാനം കാട്ടുപോത്തിന്റെ രൂപത്തിലും. എന്നാൽ ദുർഗാദേവി അയാളുടെ സൈനികരെ മുഴുവനും നശിപ്പിച്ചു. 9 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചു. ലോകം ഈ വിജയം ആഘോഷിച്ചു. ഈ ദിവസത്തെയാണ് എല്ലാവരും വിജയദശമിയായി ആഘോഷിക്കുന്നത്. 9 ദിവസം യുദ്ധം നടന്നതുകൊണ്ട് വിജയദശമിയെ നവരാത്രിയായും ആഘോഷിക്കുന്നു. അതേപോലെ വിജയദശമി ദശര എന്ന പേരിലും ആഘോഷിച്ചു വരുന്നു. ദുർഗാദേവിയുടെ എല്ലാ അവതാരങ്ങൾക്കും അന്ന് പൂജകൾ ചെയ്യപ്പെടും. ബംഗാൾ ദേശത്തിലും ദുർഗാദേവിക്ക് പന്തലുമിട്ട് ശില്പവും വച്ച് വലിയൊരു ഉത്സവമായി ആഘോഷിക്കും. ദശര മൈസൂരിലുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലും വലിയ ഉത്സവമായി ആഘോഷിക്കുന്നു. തെലങ്കാനയിൽ ബതുക്കമ്മ എന്ന പേരിലും ആഘോഷിക്കുന്നു. അവരെല്ലാം പൂക്കളെറിഞ്ഞ് ദുർഗാദേവിയെ എതിരേൽക്കും. പിന്നെ ഇങ്ങനെയും പറയുന്നു, ശ്രീരാമൻ രാവണനെ വധിച്ചതും ഈ ദിവസം തന്നെയാണെന്ന്. ഉത്തര ഭാരതത്തിൽ രാംലീല എന്ന പേരിലും ശ്രീരാമനും രാവണനും നടന്നതും വർണ്ണിക്കും. മഹാഭാരതത്തിൽ ഈ ദിവസം പാണ്ഡവർ വനവാസം പൂർത്തീകരിച്ചു. അവർക്കവരുടെ അസ്ത്രങ്ങൾ വീണ്ടും തിരിച്ചു കിട്ടി, മരത്തിൽ ഒളിച്ചു വച്ചിരുന്ന അസ്ത്രങ്ങൾ. ജനകൻ ഈ ദിവസം തൊട്ടാൽവാടി ചെടിക്ക് പൂജ ചെയ്യും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഉള്ളിലാണ് ദൈവമുള്ളതെന്ന്. അതുപോലെ നമുക്കുള്ളിൽ രാക്ഷസനും ഉണ്ട്. എന്ന് നമുക്കുള്ളിലുള്ള ദുഷ്ടചിന്തകൾ ഒഴിഞ്ഞ് നല്ലത് വിജയിക്കുന്നോ അന്നാണ് നമുക്ക് വിജയദശമി. ഇതാണ് വിജയദശമി ഉത്സവത്തിന്റെ അർത്ഥം.